വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ തൻ്റെ ആവശ്യം മധുശ്രീ അങ്ങനെ കാർത്തികയോട് പറയുന്നുണ്ട്. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ഫോൺ വിളിച്ച് പറയാം, അങ്ങനെ നീ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യവും നടക്കും, നിൻ്റെ കാര്യങ്ങളും നടക്കും, നിനക്ക് ഹർഷനൊപ്പം യുഎസിലേക്ക് പോകാം, പിന്നെ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, അങ്ങോട്ട് പറയുന്നതൊക്കെ അനുസരിച്ചാൽ മാത്രം മതി. പിന്നെ സത്യാമ്മയുടെ വീട്ടിൽ ഒരു ഇല അനങ്ങിയാൽ പോലും ഞാൻ അറിയണം, ഡീൽ എന്ന് പറഞ്ഞ് മധുശ്രീ ആണെങ്കിൽ ഇങ്ങനെ കൈ കാട്ടുകയാണ് ഷേഖാൻ്റെ ഡീൽ പറഞ്ഞുറപ്പിക്കാനായിട്ട്. പക്ഷേ ഒരു നിമിഷം കാർത്തികയാണെങ്കിൽ മടിച്ചു നിൽക്കുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, ഹർഷനൊപ്പം നിനക്കൊന്നിച്ച് ജീവിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവസാനം ഒരു വഴിയുമില്ലാതെ മധുശ്രീയുടെ ആവശ്യങ്ങൾ അവിടെ കാർത്തിക അംഗീകരിക്കുകയാണ്. അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് പിരിയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. പരിസരബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മൈൻഡ് ബ്ലാക്ക് ഔട്ടായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അതേസമയം ശാരദാമ്മ ശാലിനി അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ഇവളിത് എവിടെ പോയി എന്നും പറഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നടന്നു പോകുന്ന കാണുകയാണ്. തുടർന്ന് ശാലിനി എന്ന് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. തലേ ദിവസം സത്യഭാമയുടെ വീട്ടിൽ പോയപ്പോൾ വിഷ്ണു കാർത്തികയെ കണ്ടതും ആ ഒരു സംഭവങ്ങളും കരഞ്ഞ് വിഷ്ണുവിൻ്റെ കാല് പിടിച്ചതൊക്കെ ഓർക്കുന്ന ശാലിനി ആണെങ്കിൽ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നൊരു കാർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മോളെ എന്നിങ്ങനെ ശാരദാമ്മ വിളിക്കുകയാണ് മാറാനായിട്ട്. പക്ഷേ ശാലിനി ഒന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. തുടർന്ന് ആ വണ്ടി ശാലിനി ഇടിക്കുകയാണ്. വണ്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ ശാലിനി വീഴുന്നുണ്ട്. അതിനുശേഷം ശാലിനിയുടെ കയ്യിൽ ഫോൺ തെറിച്ചു പോവുകയാണ്. ശാലിനിയും ആ വണ്ടിയുടെ മുകളിൽ കൂടി മറിഞ്ഞ് ഇങ്ങനെ റോഡിലേക്ക് വീഴുകയാണ്. റോഡിലൂടെ ഇങ്ങനെ കാരണം മറിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ വണ്ടി അങ്ങ് നിർത്താതെ പോവുകയാണ്. ഇത് കണ്ട് അന്തം വിടുന്ന ശാരദാമ്മ ഓടി ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് റോഡിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്ന ശാലിനിയെ പിടിച്ച് തിരിക്കുകയാണ്. അന്നേരം മുഖവും തലയും മൊത്തം ബ്ലഡൊക്കെ ആയിട്ട് അങ്ങനെ ശാരദാമ്മ മടിയിലേക്ക് പിടിച്ച് കിടത്തുകയാണ്. തുടർന്ന് ശാലിനി എന്ന് വിളിക്കുമ്പോൾ ഇല്ല, ശാലിനി അങ്ങ് മരിച്ചതായിട്ട് ശാരദാമ്മ കണ്ട് ശാരദാമ്മ റോഡിൽ നിന്നങ്ങ് നിലവിളിക്കുകയാണ്. ഇത്രയും ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ അതിന് അവസാനം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നതാണ്. ഇത് വിഷ്ണു കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ഞെട്ടി ഉണരുകയാണ്. അത് കേട്ട് കാർത്തിക ഉണർന്ന് ലൈറ്റൊക്കെ ഇടുകയാണ്. അന്നേരം എന്താ വിഷ്ണു ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ഏങ്ങലടിച്ച് കരയുകയാണ്. വിഷ്ണു ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ ഒഴുകുകയാണ്. ഒരു പിച്ചും പേയും എന്ന പോലെ വിഷ്ണു ഇങ്ങനെ ശാലിനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശബ്ദമൊക്കെ കേട്ടാൽ അവരൊക്കെ എണീറ്റ് വരും. എന്താ വിഷ്ണു ഏട്ടാ കാര്യം എന്താന്ന് പറ എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്തിനകം തന്നെ സത്യഭാമയും ശ്യാമയും കൂടി ശബ്ദമൊക്കെ കേട്ടിരുന്നു. അവർ അവിടത്തേക്ക് വരികയാണ്. അന്നേരം എന്താടാന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ മോളെ എന്നൊക്കെ കാർത്തികയോടും സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മേ ശാലിനി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയോ എന്തായി പറയുന്നതെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ പറയുന്നുണ്ട്. ഭാമ ജഗ്ഗിലെ വെള്ളം വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് കുടയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ശാലിനി മരിച്ചമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി മരിച്ചെന്നോ, എവിടെ വെച്ച്, എങ്ങനെ എന്നൊക്കെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം റോഡിൽ വെച്ച് വണ്ടി ഇടിച്ചു, ശാരദാമ്മയുടെ മടിയിൽ കിടന്ന് രക്തത്തിലൊക്കെ കുളിച്ച് മരിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ അതിന് ഞാനിപ്പോൾ എൻ്റെ കൺമുന്നിൽ കണ്ടതാണ് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം നീ എങ്ങോട്ടാ പോയത്, നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നോ, ശാലിനി അവളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടും വിഷ്ണുവിനെ അങ്ങോട്ട് പരിസരബോധം വരുന്നില്ല. അന്നേരം കാർത്തിക പറയുകയാണ്, എന്തോ ദുസ്വപ്നം കണ്ട് പേടിച്ചതാണമ്മേ വിഷ്ണുവേട്ടൻ എന്ന് പറയുകയാണ്. അന്നേരം അവൻ്റെ ഒരു ദുസ്വപ്നം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നീ ശാലിനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണുവിനെ അങ്ങോട്ട് തട്ടി വിളിക്കുകയാണ്. അന്നേരം സ്വപ്നം കണ്ടതാ അമ്മേ എന്നിങ്ങനെ വിഷ്ണു ദേഷ്യപ്പെട്ട് പറയുകയാണ്. അന്നേരം സ്വപ്നത്തിലായാലും അവളെ ഓർക്കാനായിട്ട് പാടില്ല. ഈ നിൽക്കുന്ന പെണ്ണില്ലേ കാർത്തിക, ഇവളാണിപ്പോൾ നിൻ്റെ ഭാര്യ, ഇവളെയാണ് നീ സ്വപ്നം കാണേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ പിടിച്ചു നിർത്തുകയാണ്. അന്നേരം സ്വപ്നത്തെ തടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യപ്പെടുകയാണ്. അതിലിങ്ങനെ സത്യഭാമ ഒരു നിമിഷം പേടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ്, സ്വപ്നത്തിലായാലും അവളെ കാണാനായിട്ട് പാടില്ല, നീ അവളെ മറന്ന് മറ്റൊരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവളും അങ്ങനെ പോയി, അപ്പോൾ പിന്നെ അവളെക്കുറിച്ച് ഓർക്കാനോ ഒന്നും പാടില്ല, നിനക്ക് ഓർക്കാനായിട്ട് വേറെ എന്തെല്ലാം കിടക്കുന്നു, അമ്മയെക്കുറിച്ച് ഓർക്ക്, ഈ പെൺകുട്ടിയെക്കുറിച്ച് ഓർക്ക്, കുടുംബത്തെക്കുറിച്ച് ഓർക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ വിഷ്ണു അവൾ മരിച്ചാൽ എന്താ, അവൾ മരിച്ചാലും ജീവിച്ചാലും നിനക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയെന്നിങ്ങനെ ദേഷ്യത്തോടെ വിഷ്ണു അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ പേടിച്ച് പുറകോട്ട് മാറുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ ഒരു പ്രകോപനത്തിൽ. തുടർന്നും പക്ഷേ ഭാമ അങ്ങോട്ട് ധൈര്യത്തോടെ വീണ്ടും അതൊക്കെ മറന്നിട്ടങ്ങ് പറയുന്നുണ്ട്, നീ അവളെക്കുറിച്ച് ഓർക്കാനേ പാടില്ല, അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞു, അവൾക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇല്ല, ശാലിനിക്ക് അപകടം വരുന്ന ഒന്നും എനിക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയില്ല എന്നിങ്ങനെ ഉറച്ചു വിഷ്ണു പറയുകയാണ്.
തുടർന്ന് വെള്ളം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. തുടർന്ന് ജഗ്ഗിലെ വെള്ളം ഇങ്ങോട്ട് കാർത്തിക എടുക്കുമ്പോൾ അത് ഗ്ലാസ്സിൽ ഒഴിക്കാനായിട്ട് തുടങ്ങുന്നത്, പക്ഷേ ജഗ്ഗോടുകൂടി വാങ്ങിച്ച് വിഷ്ണുവും കുടിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും കട്ടിലേക്ക് ഇരിക്കുകയാണ്. പക്ഷെ വിഷ്ണുവിനെ ആ ഒരു ശാലിനിയെ വണ്ടി ഇടിച്ചതും ശാരദാമ്മയുടെ മടിയിൽ കിടക്കുന്നതും നടു റോഡിൽ കിടക്കുന്നതും ഒക്കെ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ വിറച്ചിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് വിഷ്ണുവിൻ്റെ ഇത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനിയും പറഞ്ഞാലേ വിഷ്ണു ദേഷ്യപ്പെടുകയുള്ളൂ എന്ന് സത്യഭാമയ്ക്ക് മനസ്സിലാവുകയാണ്. അന്നേരം നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മോളെ എന്ന് വിളിച്ചിട്ട് കാർത്തികയും വിളിച്ചിട്ട് ശ്യാമേ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ആ വാതിലിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാർത്തിക ഇങ്ങോട്ട് വന്ന് മോൾ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തികയെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും ശ്യാമയോട് നടന്നോ ഞാൻ വരാമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, ആ പെണ്ണുങ്ങളെപ്പോലെ എല്ലാ പുരുഷന്മാർ അവരുടെ ജീവിതത്തിലേക്ക് പഴയ ആൾ കടന്നു വരാതിരിക്കാനും പുതിയൊരാൾ രംഗപ്രവേശം ചെയ്യാതിരിക്കാനും മോളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഭാമയങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സിൽ ആ സ്വപ്നത്തിൽ കണ്ട സംഭവങ്ങൾ പിന്നെയും ഓർത്തോർത്ത് വരുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആ രാത്രി തന്നെ വണ്ടിയെടുത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ശാലിനിയെ കാണാനായിട്ട്. ഈ വിഷ്ണു പോകുന്നത് മുകളിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കാർത്തിക കാണുന്നുണ്ട്. അന്നേരം ശാലിനിയെ കാണാതെ സമാധാനം ഉണ്ടാവില്ല, പാവം പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാർത്തിക അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സത്യഭാമയെ ആരെയും ഒന്നും അറിയിക്കുന്നില്ല വിഷ്ണു പോകുന്നത്. അതേസമയം വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണു ആണെങ്കിൽ മനസ്സിൽ ഈ സംഭവങ്ങൾ തന്നെ ഓർത്തോർത്ത് തന്നെയാണ് വിഷ്ണു കുടുംബശ്രീ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മധുശ്രീ ആണെങ്കിൽ കാർത്തികയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇവൾ ഇതുവരെ വിളിച്ചില്ലല്ലോ, ഒരു സംഭവം അവിടെ ഉണ്ടായി കാണില്ലേ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ വിളിക്കുകയാണ്. അന്നേരം ഈ സമയത്ത് ഇവളോ എന്നും പറഞ്ഞിട്ട് കാർത്തിക ഫോൺ എടുക്കുന്നുണ്ട്. എന്താ മധുശ്രീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ എന്നെ അങ്ങനെ എങ്ങും ഉറക്കാനായിട്ട് നോക്കണ്ട, നീ ഇതുവരെ എന്നെ എന്താ വിളിക്കാതിരുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ, അവിടെ ഒരു ഇല അനങ്ങിയാൽ എന്നെ അറിയിക്കണമെന്നല്ലേ പറഞ്ഞതെന്ന് മധുശ്രീ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അന്നേരം വിളിക്കാനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. അന്നേരം ഉണ്ടാകാഞ്ഞിട്ടാണോ നീ ഇതുവരെ ഉറങ്ങാതിരിക്കുന്നതെന്ന് മധുശ്രീ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അന്നേരം ഉറങ്ങിയതുമാണ് പക്ഷെ ഞെട്ടി ഉണർന്നതാണ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഉണ്ടായ സംഭവങ്ങൾ കാർത്തികയാണെങ്കിൽ മധുശ്രീയോട് പറയുകയാണ്. അന്നേരം മധുശ്രീക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം വിഷ്ണു എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതറിയില്ല, ആരെയും അറിയിക്കാതെയാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു തീർച്ചയായും ശാലിനിയെ കാണാൻ തന്നെയായിരിക്കും പോയിരിക്കുന്നത്, ഇത് നീ സത്യാമ്മയെ അറിയിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പറയില്ല എന്നിങ്ങനെ പെട്ടെന്ന് കാർത്തിക പറയുകയാണ്. അന്നേരം പറയില്ലേ നീ, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ജയശങ്കറിനെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും, നിൻ്റെയും ജയശങ്കറിൻ്റെയും കല്യാണം സത്യാമ്മ തന്നെ അവിടെ വെച്ച് നടത്തി തരും, എന്താ കാണണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ കാർത്തിക സമ്മതിക്കുകയാണ്. ഞാൻ പറയാമെന്ന് പറയുകയാണ്. തുടർന്ന് നീ ഇതൊരു പരാതി പോലെയൊന്നും അടച്ചെന്ന് പറയല്ലേ, അറിയാതെ നിൻ്റെ നാവിൽ നിന്ന് വീണതായിട്ട് മതി, നീ ഒരു കംപ്ലൈൻറ്റ് ബോക്സ് ആണെന്ന് അവർക്ക് തോന്നണ്ട. ഭർത്താവാണെങ്കിൽ പഴയ ഭാര്യയെ കാണാനായിട്ട് പാതിരാത്രി ഇറങ്ങി പോകുമ്പോൾ കണ്ണീര് കുടിച്ചിരിക്കുന്ന ഒരു കണ്ണീർ നായിക, അത്രയും മതി, ബാക്കിയൊക്കെ അവർ ഊഹിച്ചെടുത്തോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തിക അത് സമ്മതിക്കുകയാണ്, സത്യഭാമയോട് പറയാം എന്നുള്ളത്. തുടർന്ന് ഫോൺ വെച്ച ശേഷം മധുശ്രീ കരുതുകയാണ്, വിളിക്കാൻ തോന്നിയത് എന്ത് നന്നായി, പിന്നെ അകലെ നിന്നാണെങ്കിലും ശാലിനിയും വിഷ്ണുവും തമ്മിൽ കാണാനായിട്ട് പാടില്ല, ഇതേപോലെ ആ ഒരു തീച്ചുളയിൽ വെന്തുരുകി വേണം അവൻ ഇപ്പോൾ കണ്ട സ്വപ്നം അങ്ങോട്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് എന്നിങ്ങനെ മധുശ്രീ ആലോചിച്ചു കൂട്ടുകയാണ്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലെത്തുന്നുണ്ട്. ജീപ്പിൽ നിന്നും വിഷ്ണു ഇറങ്ങുമ്പോൾ അവിടെ ദേവൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്ന കാണുകയാണ്. അത് കാണുമ്പോൾ വിഷ്ണുവിന് ചെറിയ വിഷമം തോന്നുന്നുണ്ട്. എന്നാലും വിഷ്ണു അങ്ങ് ഉമ്മറത്തേക്ക് കയറുകയാണ്. അന്നേരം വാതിൽ പകുതിയെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൂടെ നോക്കുമ്പോൾ ദേവൻ അവിടെ ഇരുന്ന് സെറ്റിയിലിരുന്നുകൊണ്ട് ഫോണൊക്കെ നോക്കുന്നത് കാണുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് വല്ലാതാകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ദേവന് കുടിക്കാനുള്ള വെള്ളമായിട്ട് വരുന്നുണ്ട്. ഇതാ ദേവേട്ട ഇത് കുടിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ പറയുന്നുണ്ട്. ആ സ്വപ്നമൊക്കെ കണ്ടതിന് ശേഷം ശാലിനി ഇങ്ങനെ ജീവനോട് മുമ്പിൽ കാണുമ്പോൾ വിഷ്ണുവിനാകെ ഒരു ആശ്വാസമാകുന്നുണ്ട്. തുടർന്ന് പക്ഷേ ദേവനെയും ശാലിനി ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് വിഷ്ണു അവിടെ നിന്നുകൊണ്ട് തന്നെ. തുടർന്ന് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം മോന് ചോറെടുക്കാമെന്ന് പറയുമ്പോൾ ഈ സമയത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവൻ. അന്നേരം മോൻ അറിയാമല്ലോ ഒരാൾക്കുള്ള ഭക്ഷണം എന്തായാലും ഇവിടെ കാണുമെന്ന് എന്നിങ്ങനെ പറയുകയാണ്. അതൊക്കെ ഒരു വിഷമത്തോടെ വിഷ്ണു കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ദേവൻ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, പുറത്ത് കുറേയൊക്കെ പോയി കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കുറേ ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ എനിക്കിപ്പോൾ 1:30ക്കാണ് ഫ്ലൈറ്റ്, അപ്പോൾ ശാലിനിയെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആളിവിടെ ഉണ്ടോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, കൊല്ലത്തേക്ക് വിട്ടു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഈ പറയുന്നതൊക്കെ. ശാലിനിയെ കൂടി കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ തുടർന്ന് ദേവനങ്ങ് പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഇത്രയും വഷളായിട്ട് ശാലിനി എന്താ എന്നെ അറിയിക്കാതിരുന്നത്, തേജസ്വിനി പറഞ്ഞപ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങ് പറയുന്നുണ്ട്, ഒരപകടം
അപകടം പറ്റി, അതിലുണ്ടാകുന്ന മുറിവുകളൊക്കെ സ്വന്തമായിട്ടങ്ങ് പൊറുക്കാമെന്ന് കരുതി. അല്ലാതെ ദേവേട്ടനെ കൂടി അറിയിച്ചിട്ടിപ്പോൾ എന്താ കാര്യം, പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാകില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഈ സംഭാഷണമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പിന്നെ ദേവൻ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. അന്നേരം ദേവേട്ടൻ കാരണമാണെന്ന് ആര് പറഞ്ഞു, ഇതൊക്കെ മുന്നേ ഉണ്ടായതല്ലേ, പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയും വിഷമിക്കുകയാണ്. തുടർന്ന് ദേവൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പിന്നെ ശാലിനിയുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചല്ലേ ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കാതോർക്കുന്നുണ്ട്. വിഷ്ണു ആ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്, സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചുരുളഴിയുമ്പോൾ. തുടർന്ന് പറയുകയാണ്, സത്യയുടെ അച്ഛനാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചല്ലേ അന്നൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായത്. അന്ന് സ്കൂളിൽ പ്രിൻസിപ്പൾ ശാഠ്യം പിടിച്ചതല്ലേ സത്യയുടെ പേരൻറ്റിനെ കാണണമെന്നുള്ളത്. അതുകൊണ്ട് ശാലിനിക്ക് പകരക്കാരനായിട്ട് ഞാൻ പോയതല്ലേ. പക്ഷെ അവിടെ സത്യയുടെ അച്ഛനാണെന്ന് ഞാനവിടെ പറഞ്ഞില്ല. അറിഞ്ഞവർ അങ്ങനെ ഒരു ഇത് എൻ്റെ മേളിൽ ആരോപിക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഓർക്കുന്നുണ്ട്. അന്ന് രോഹിതുമായിട്ട് ഇങ്ങനെ വരാന്തയിൽ വെച്ച് കൂട്ടിയിടിച്ചതും സത്യയുടെ ഫാദറല്ലേ നിങ്ങളെന്ന് രോഹിത് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ദേവൻ മിണ്ടാതിരുന്നതുമൊക്കെ വിഷ്ണു ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, അന്ന് സത്യമാണെങ്കിൽ ക്രൂശിക്കപ്പെട്ട കുട്ടിയായിരുന്നു, സ്കൂളിൽ ഫ്രണ്ടിനെയും തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പിന്നെ എല്ലാവരുമായാലും കുറ്റപ്പെടുത്തലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ റിലേറ്റീവ് അല്ല, ഞാൻ ശാലിനിയുടെ സത്യയുടെ അമ്മയുടെ ഫ്രണ്ടാണ് എന്ന് എനിക്ക് പറയാനായിട്ട് അവിടെ തോന്നിയില്ല. ഒരു അച്ഛൻ്റെ സംരക്ഷണം കുട്ടിക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിനിങ്ങനെ സന്തോഷം കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു വരികയാണ്. തുടർന്ന് ദേവൻ പറയുന്നുണ്ട്, പക്ഷേ അത് തിരുത്തി പറയാനായിട്ടൊരവസരം ഉണ്ടായിരുന്നു, കുട്ടികൾ തിരിച്ച് സ്കൂളിലെത്തിയ ശേഷം സത്യമ്മയെ കണ്ടപ്പോൾ എന്നിങ്ങനെ പറയുകയാണ്. അത്രയും പറഞ്ഞു നിർത്തുന്നുണ്ട്. ശാലിനിയെല്ലാം കേട്ട് നിൽക്കുകയാണ്, ശാരദാമ്മയും ഒക്കെ. പക്ഷേ അന്നേരം വിഷ്ണുവിൻ്റെ മുഖത്ത് സന്തോഷമാണ്. ദേവൻ ശാലിനിയുടെ ഭർത്താവല്ല, സത്യയുടെ അച്ഛനല്ല എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെങ്കിൽ സന്തോഷമാവുകയാണ്. വിഷ്ണു ബാക്കി കൂടി കേൾക്കാനായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വിഷ്ണു പോകുന്നില്ല. ഇത്രയും ആകുമ്പോൾ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പക്ഷേ സത്യയുടെ അച്ഛൻ ആര് എന്നുള്ളത് അവിടെ വ്യക്തമാകില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ വിഷ്ണുവിടെ മനസ്സിലാക്കുന്നുണ്ട്. ദേവൻ ശാലിനിയുടെ ഫ്രണ്ടാണ്, ഭർത്താവല്ല എന്നുള്ളതും ശാലിനി തന്നെ ചതിച്ചിട്ടില്ല എന്നുള്ളതും ഉള്ള സത്യം വിഷ്ണുവിടെ മനസ്സിലാക്കുകയാണ്. ഇനി സത്യയുടെ അച്ഛനെ കണ്ടെത്താനും കൂടിയുള്ളതാകുമ്പോൾ വിഷ്ണുവിൻ്റെ ഭാഗം ക്ലിയർ ആവും. പിന്നീട് വിഷ്ണുവിന് ശാലിനിയോട് വിരോധമോ അങ്ങനെ ഒന്നും തോന്നില്ല. അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ബാക്കിയൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.